ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമോൾസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇവിടെ ചെയ്യാൻ പോകുന്നത് കുമ്പിളപ്പമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പല വിധത്തിൽ ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കാം, വറുത്ത അരിപ്പൊടിയും കൊണ്ടുണ്ടാക്കാം, അരിപ്പൊടിയും ഗോതമ്പും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. നമ്മുടെ നാട്ടിലത്തെ ഗോതമ്പ് പൊടി എന്ന് പറയുന്നത് ആ പൊടിക്കകത്ത് ഇച്ചിരി മൈദയും കൂടെ കലർന്നതാണ്. അപ്പം അതിന് ഇച്ചിരി കട്ടിയുണ്ടാകും. ഇതിപ്പോൾ നമ്മൾ ഗോതമ്പ് വീട്ടിൽ തന്നെ നമ്മുടെ ഇവിടുത്തെ മില്ലിൽ തന്നെ പൊടിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണ്. അത് ഞാനിവിടെ 1 കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ചക്ക ഞാനിവിടെ എടുത്തിരിക്കുന്നത് വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്കയിലും കൂഴച്ചക്കയിലും ഉണ്ടാക്കാം. അപ്പോൾ ഈ വരിക്കച്ചക്കയ്ക്കകത്ത് അധികം നാരൊന്നുമില്ല. അത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് നല്ലതുപോലെ അടിച്ച് വേണം ഇതിനകത്ത് എടുക്കാൻ. ഇതിപ്പോൾ ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വരിക്കച്ചക്കയാണ്. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് വഴണയില. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി കളറ് മങ്ങി, എന്നാലും കുഴപ്പമില്ല. ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി കുതിർത്തെടുത്തോണ്ട് നല്ല രീതിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് വഴനയില, വശനയില, പിന്നെ കുമ്പിളില, പിന്നെ പല നാട്ടിൽ പല പേര് പറയും. ഞങ്ങൾ വഴനയില എന്നാണ്, വശനയില എന്നാണ് പറയുന്നത്. ഇതാണ് വശനയില. അതിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് ഇച്ചിരി കളർ പോയത്. എന്നാലും അധികം പോയിട്ടില്ല, കുറേ നാളായി കൊണ്ട് വെച്ചിട്ട്. അപ്പോൾ ഈ ഇലയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് കുറേശ്ശെ മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശായിട്ട് ഇത് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഏകദേശം 1 കിലോയ്ക്ക് മാത്രമുള്ള ചക്കയുണ്ട് കണക്ക്. അപ്പം അതിട്ട് അരയ്ക്കുക. ഈ മാവിലോട്ട് ഒഴിക്കുകയാണ്. ഗോതമ്പ് മാവ് മാത്രമേ ഉള്ളൂ, അതിലോട്ട് ഒഴിക്കുകയാണ് അരച്ചത്. ഇതും കൂടെ ഇതിനകത്ത് ഒഴിക്കുകയാണ്. ഗോതമ്പ് പൊടിയാണ്, ഗോതമ്പ് പൊടിക്കകത്തോട്ടാണ് ഒഴിക്കുന്നത്. പറഞ്ഞല്ലോ, ഗോതമ്പ് പൊടി, അതിലേക്ക് ചക്ക അരച്ച ചക്ക പൾസ്, ഒരു തേങ്ങ ഇതിനകത്തിടുന്നു. നല്ല പീരയുള്ള നല്ലൊരു തേങ്ങ എടുക്കണം. അതൊക്കെ നല്ല രുചിയാണ് ഈ ചക്ക അടയ്ക്ക്. ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ചതാണ്. നല്ല രുചി. ഒരു 2-2.5 സ്പൂണ് ഇട്ടു. ഈ മധുരം ക്രമീകരിക്കുന്നതിന് വേണ്ടി അധികം ഉപ്പ് വേണ്ട, മധുരം ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടി ഒരു 1/4 സ്പൂണ് ഉപ്പ്. കഷ്ണമായിട്ട് കിട്ടുന്ന ശർക്കര ഉണ്ടല്ലോ, അതിലെ 2 കഷ്ണം ഇട്ട് ഞാൻ ഉരുക്കി പിന്നെ അരിച്ചു വെച്ചേക്കുവാണ്. കുറഞ്ഞത് ഒരു 3 സ്പൂണെങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് ഈ ഗ്ലാസ്സിന് ഞാൻ 1/2 ഗ്ലാസ്സാണ് എടുക്കുന്നത്. അത് ആദ്യം ഇളക്കി നോക്കുക. ഇത് ഇളക്കി കൂട്ടി ചോദിച്ചു കഴിഞ്ഞിട്ട് പോരാഴ ഒന്നെങ്കിൽ അത് ഒഴിച്ചാൽ മതി. ഇപ്പം വെള്ളം ഒന്നും ഒഴിക്കരുത്. ഞാനിപ്പോൾ ഇത് ഇളക്കാൻ പോവുകയാണ്, കുഴയ്ക്കാൻ പോവുകയാണ്. ഈ ചക്കയുടെ പസിനകത്ത് തന്നെ ഇത് മൊത്തം ഇങ്ങനെ ഇളകി കിട്ടും. എന്നിട്ട് മധുരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് മധുരം പോരാതെ വന്നാൽ ഈ ശർക്കര പാനി 2 സ്പൂൺ ഒഴിച്ചാൽ മതി. അത് മധുരത്തിൻ്റെ അനുസരിച്ച്, നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് ഒഴിക്കാവൂ. ശർക്കര വേണ്ടാത്തവർക്ക് 2-3 സ്പൂണ് പഞ്ചസാര ഇടാം. മാവിനെക്കാട്ടിലും ഇച്ചിരി കൂടെ അയവി വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതുകൊണ്ടും ഈ വെള്ളവും ഇതും ചക്കയും ഈ ശർക്കരയും നല്ല രീതിയിൽ കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ കുഴയണം. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. 2 മഗ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് തട്ട് ഇതിനകത്ത് വെച്ച് അതുവരെ ഇരുന്നത് ചൂടാകട്ടെ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിക്കാം. ഇങ്ങനെ ഇങ്ങോട്ട് വരുത്തണം. അതായത് ഈ ഞെടുമ്പ് മുന്നിൽ നിൽക്കണം. മുന്നിൽ നിന്നിട്ട് വേണം നമ്മൾ അടച്ചു കഴിയുമ്പോൾ ഇതിട്ടിങ്ങനെ മടക്കിയെടുക്കാൻ വേണ്ടി. അതുകൊണ്ട് നമുക്ക് കുമ്പിളിങ്ങനെ വെച്ചിട്ട് ഇച്ചിരി കയ്യിൽ ഇച്ചിരി വെള്ളം പുരട്ടിക്കൊണ്ട് കുമ്പിളിൻ്റെ ഇവിടെ കനം കുറവല്ലേ, അതുകൊണ്ട് അതിന് വേണ്ടി ഇവിടെ എന്തുകൊണ്ട് ഒരു ശകലം ഇങ്ങനെ വെച്ച് അപ്പം അങ്ങ് അകത്തോട്ട് പോയിക്കോളൂ. കണ്ടോ, ഇങ്ങനെ വെച്ച് ഈ ഞെടുമ്പിട്ട് ഈ ഭാഗം ഇങ്ങനെ അങ്ങ് അമക്കണം. ഇങ്ങനെ ചരിച്ചങ്ങ് വെച്ചാൽ മതി, ഇരുന്നാൽ മതി. എല്ലാം കഴിഞ്ഞു. ഇനി സ്റ്റൗവ് ഫാസ്റ്റ് ആക്കാൻ പോവാണ്. അടപ്പ് അടച്ച് വെച്ച്
നല്ലപോലെ ആവി വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി തുറന്ന് നോക്കാം. നല്ല മണവും നല്ല ആവിയെല്ലാം വരുന്നു. നമുക്ക് ഇനി ഇത് വെന്തോന്ന് നോക്കാം. അച്ഛൻ്റെ കൊടുക്കാം. ഇങ്ങനെയാണ് കുമ്പിളപ്പം ഇരിക്കുന്നത്. ഇതിനിയും അച്ഛന് ടേസ്റ്റിന് കൊടുത്തിട്ട് അച്ഛൻ പറയും ഇതിൻ്റെ രുചിയൊക്കെ അച്ഛൻ പറയും. കുമ്പിളപ്പം തിന്ന് നോക്കി കൈകൊണ്ടം പൊളിച്ചു പറഞ്ഞു ഫോണുകൊണ്ടോ അല്ല കൈകൊണ്ട് തന്നെ അങ്ങനെ അച്ഛൻ അതിൻ്റെ ഇലയിൽ നിന്ന് ഇതിങ്ങനെ എടുത്ത് മാറ്റി നീ ഇത് കഴിച്ച് നോക്കിയിട്ട് പറ. കുമ്പിളപ്പം ഇരുന്ന് ആറി കഴിയുമ്പോഴാണ് ഒന്നുകൂടെ ഇത് ഉറയ്ക്കുന്നത്. നല്ലപോലെ വെന്തു. ഇതിനകത്ത് ചുക്ക്, ജീര, ഏലക്കായുടെയും ചക്കയുടെയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല രുചിയുണ്ട് കഴിക്കാൻ. അടിപൊളി സാധനമാണ്. ഇതിനും ഒരു കഥയുണ്ട്. ഈ കുമ്പിളപ്പം നമ്മളൊരു നാട്ടിലൊക്കെ ഒത്തിരി പിള്ളേരൊക്കെ ഉള്ള സമയത്തുള്ള വീട്ടിൽ ഇഷ്ടംപോലെ കുമ്പിളപ്പത്തിന് കണക്കില്ല എത്ര ഉണ്ടാക്കണമെന്നൊന്നും. അത് ഇഷ്ടംപോലെ ഉണ്ടാക്കി വെക്കുക. അത് ഇന്ന് ഉണ്ടാക്കിയിട്ട് അത് നാളെ കഴിച്ചെങ്കിലേ രുചി വരത്തുള്ളൂ. ഇപ്പം തന്നെ ഉണ്ടാക്കി ഇപ്പം തന്നെ കഴിച്ചാൽ ആ ചൂടിൽ അതിൻ്റെ രുചി അറിയാൻ പറ്റത്തില്ല. ഇതിന് നാളെ കഴിക്കും. നാളെ ആകുമ്പോഴത്തേന് നല്ല രുചിയാണ്. അപ്പോൾ ഈ വൈകിട്ടൊക്കെ അമ്മമാരുണ്ടാക്കി വെച്ചേച്ച് കിടക്കാൻ പോകും. ചിലപ്പോൾ അവിടെ ഒത്തിരി പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാകുമ്പോൾ അവരിങ്ങനെ പെതിയെ ശബ്ദം കേൾപ്പിക്കാതെ പെതിയെ വന്ന് ഇതേലെ ഓരോന്നെടുത്ത് തിന്നും. അതിന് ചിലപ്പം ചില നാട്ടിൽ ഇതിന് പൂച്ചയപ്പം പേര് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയും കൂടി ഇതിനൊരു കഥയും ഒക്കെയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഈ ഇലയുടെ മണവും ഇതിനകത്തിട്ടിരിക്കുന്ന സാധനങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് ഈ അപ്പം നല്ല ആർക്കും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവർക്കും ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം, കേരള വിഭവമാണ്. പിന്നെ ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പ്രത്യേകമായിട്ട് ഈ ഭക്ഷണയില ഇതിൻ്റെ അതിൻ്റെ രുചിയാണ് ഇതിൽ കൂടി നിൽക്കുന്നത്. ഈ ഭക്ഷണയിലയുടെ അതിൻ്റെ മണവും രുചി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രുചി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ബൈ.